ഞാൻ ഇന്നെൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുത്ത് യൂട്യൂബ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇനി തൊട്ട് ഞാൻ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ മൈക്ക് എടുത്തത്. ബിക്കോസ് പുറത്ത് പോയി വീഡിയോ എടുക്കുമ്പോൾ മൈക്കില്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെയാണ്. ഇത് ഞങ്ങളുടെ റൂമാണ്. അവൻ്റെ കൂട് ഇവിടെ തന്നെയുണ്ട്. അവൻ ഇവിടെ തന്നെ കിടന്നുറങ്ങണേ. ഇതെൻ്റെ വർക്കിംഗ് ടേബിളാണ്. എൻ്റെ ട്രൈപ്പോഡ്, വലിയ ട്രൈപ്പോഡ് പൊട്ടിപ്പോയി, അതൊടിഞ്ഞു പോയി. ഒരു പുതിയ ട്രൈപ്പോഡ് വാങ്ങണം. അപ്പോൾ ആസ് ഓഫ് നൗ ഞാൻ ഇപ്പോൾ കയ്യിലാണ് പിടിച്ചിരിക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവും ഭയങ്കര ആക്നി പ്രോൺ സ്കിന്നാണ്. അതിപ്പോഴുമാണ്, പക്ഷേ ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഉപയോഗിച്ചത് എൻ്റെ ലൈഫ് ചേഞ്ചർ എന്നെ പറയാം. നിങ്ങൾ എൻ്റെ സ്കിന്നിപ്പോൾ കാണുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് സ്കിന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയണേ. പക്ഷേ എന്താ പറയുക, നല്ല 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 ഡിഫറൻസ് ഉണ്ട്. ഒരു 4-5 മാസം മുന്നേ വരെ എൻ്റെ സ്കിന്നിങ്ങനെ ഒഴിഞ്ഞ് അങ്ങനെ തരി കൈ മുഖം ഫുള്ളിങ്ങനെ ആകെ തരുമായിരുന്നു. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് ബ്രേക്ക് ഡൗൺസ് വരാറുണ്ട്. ഇപ്പോഴും എനിക്ക് മുഖക്കൊരു അവിടെ ഉണ്ട്, പക്ഷെ അത് അത്ര കാണില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ക്ലോസപ്പ് ആക്കിയിട്ട് കണ്ടോ, ഭയങ്കര വൃത്തിയായിട്ട സംഭവമായിരുന്നു. പിന്നെ ഈ മേക്കപ്പിൻ്റെ കണ്ടൻറ്റൊന്നും എൻ്റെ കണ്ടൻ്റ് അല്ല. പക്ഷേ എനിക്കൊരു എന്താ പറയുക, ഇപ്പം എനിക്കതിന് പ്രത്യേകിച്ച് കോണ്ടൻറ്റ് അത് റിലേറ്റഡ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇനിയും ക്യാമറ എടുത്ത് വന്ന് പറയാമെന്നാണ് എൻ്റെ പ്ലാൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഞാൻ കുറേ കൊല്ലങ്ങൾ ഇങ്ങനെ ആക്നെ വന്നിട്ട് എനിക്കൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാൻ കൈ വേനെടുത്ത് തുടങ്ങി. റൂമിൻ്റെ പോലെ നോക്കണ്ട കേട്ടോ, ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. കുറേ കൊല്ലങ്ങൾ ഞാനിങ്ങനെ എന്താ പറയുക, ഈ കുരു വെച്ചിട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരാളാണ്. വേറെ ആർക്കും തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് മുഖക്കുരു വന്നിട്ട്, മുഖക്കുരു എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ഡ്രസ്സും മുഖമാണ് എൻ്റെ കോൺഫിഡൻസ് എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. ചിലവർക്ക് ഓർണമെൻറ്റ്സ് ആയിരിക്കും, ചിലവർക്ക് മേക്കപ്പ് ആയിരിക്കും, ചിലവർക്ക് ചെരുപ്പായിരിക്കും, അതൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഡ്രസ്സും മുടിയും മുഖവും, എനിക്ക് മുടി മെയിനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ലേ, മുടി നന്നായി നിന്നാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും അന്നത്തെ ദിവസം. പിന്നെ ഞാൻ മുടി കെട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ സഹായിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ കാട്ടിത്തരാം. ഈ മൈക്ക് ഞാനൊന്ന് ഇവിടെ കുത്തട്ടെ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കയ്യിൽ പിടിച്ച് കാട്ടിത്തരാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ മെയിൻ സാധനങ്ങൾ ഇതിൽ ഞാൻ ഇതിന് മുന്നും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്ന് മാറാൻ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയ സാധനങ്ങൾ. അതിൽ മെയിൻ സാധനമാണ് ഈ സെറ്റാഫിലിൻ്റെ പ്രൊഡക്ട്സ്. ഞാൻ ഈ എന്താ പറയുക, ലോക്കലായിട്ടുള്ള ഇതും മറ്റേ ഹൈഫൈ ലക്ഷറി പ്രൊഡക്റ്റൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഈ മറ്റേ ഹിമാലയരെയും മാമ-എർത്തിൻ്റെയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എൻ്റെ സ്കിന്ന് പോൺസ് അതൊക്കെയാണ്. അപ്പോൾ പോൺസിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ഏകദേശം 4-5 കൊല്ലമായിട്ട്. അതുകൊണ്ട് ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങി. എനിക്ക് പോൺസിൻ്റെ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഭയങ്കര ഫോമിങ് ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു. അത് ഇട്ടീന എൻ്റെ ഓയിലി സ്കിന്നാണ്. ഇപ്പോൾ ഇത് ഒരു നോർമൽ എന്താ പറയുക, ഒരു ഇങ്ങനത്തെ കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പണ്ട് ഭയങ്കര ഓയിലി സ്കിന്നായിരുന്നു, ഇങ്ങനെ അടുത്ത മുട്ട പരിക്കാമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന പ്രൊഡക്ട്സ് ഭയങ്കര ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. ഇതും ലോക്കലി അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ അതിന് ശേഷമാണ് ഞാനിങ്ങനെ ചില വീഡിയോസൊക്കെ കണ്ട് എൻ്റെ കൈ കഴിക്കുന്നത് ഓക്കെ, ചില വീഡിയോസൊക്കെ കണ്ട് ഞാൻ തീരുമാനത്തിലോട്ട് എത്തിയത് ഈ സാധനം സെറ്റാഫിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ സെറ്റാഫിലിൻ്റെ ഈ ക്ലെൻസറും മറ്റൊരു ജെൻറ്റിൽ ക്ലെൻസറും കൂടെ ഉണ്ട്. ഇത് ഓയിലി സ്കിൻ ക്ലെൻസറാണ്, കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ക്ലെൻസറാണ്. പിന്നെ ഒരു ജെൻറ്റിൽ ക്ലെൻസർ ഉണ്ട്, ഈ ബ്ലൂ വെച്ചിട്ട് ലൈറ്റ് ബ്ലൂ ആയിരിക്കും. അത് രണ്ടും മാറി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ സാധനം ഞാൻ എപ്പോഴും പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വാങ്ങി കൊണ്ടുവരാൻ പറയാറാണ് പതിവ്. കേൾക്കുന്നുണ്ടാണോ എന്തോ, പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാനെന്ന് പറയും. ബിക്കോസ് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള സംഭവങ്ങളിൽ ഭയങ്കര ഇൻഗ്രീഡിയൻസിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു ഡോക്ടർ, ഒരു പരിചയത്തിലുള്ള ഞങ്ങളുടെ ഒരു കസിൻ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിതമായ സാധനങ്ങൾക്കും സപ്ലിമെൻസിനും ഒക്കെ ഭയങ്കരമാണം ഡിഫറൻസ് ഉണ്ട് ഇത്ര. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ, ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ന്യൂസിലാൻഡ് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നാ, അല്ലെങ്കിൽ ചേച്ചിയോ ആരെയിലൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറയും. അപ്പോൾ ഇത് സെറ്റാഫിലിൻ്റെ ക്ലെൻസർ, പിന്നെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. സത്യം പറഞ്ഞാൽ സെറ്റാഫിലിൻ്റെ ഈ മോയ്സ്ചറൈസർ ഇപ്പോഴും
പകുതിയോളം ബാക്കിയുണ്ട്. ഇത് എക്സ്പയർ ആവാറായി. ഇതിന് 4-5 മാസത്തിൽ ഇത് എക്സ്പയർ ആവും. ഇത് കഴിഞ്ഞിട്ടില്ല. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ രാവിലെ രാത്രിയൊന്നും അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല. രാത്രി മാത്രം ഈ ഞാൻ കാണിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു ആസിഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ ഞാൻ മോയ്സ്ചറൈസർ കൊണ്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ പുറത്തെവിടേക്കെങ്കിലും മേക്കപ്പ് ഇടാൻ പോവുകയാണെങ്കിൽ മേക്കപ്പിൻ്റെ മുന്നിൽ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇടുക. അതും വളരെ റെയറാണ്. എനിക്കങ്ങനെ പുട്ടിയിട്ട് പോകണ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതാണ് സംഭവം. ഇത് രണ്ടും സെറ്റഫിൽ ഇതാണ് എൻ്റെ ആദ്യത്തെ കാര്യം. ഇനി ഒരു 4 മാസം മുന്നേ ഞാൻ ന്യൂസിലാൻഡ് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ ഓർഡിനറിയുടെ പ്രൊഡക്ട്സ് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർഡിനറിയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ അവസ്ഥ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കണേ. അപ്പോൾ ഓർഡിനറിയുടെ പ്രൊഡക്റ്റ് എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇനി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും വരുവാണെങ്കിൽ കാലൊക്കെ പിടിച്ച് കൊണ്ടുവരാൻ പറയാം. എന്നാലും നാട്ടിൽ നിന്ന് വാങ്ങരുത് എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്ന ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ കടയിൽ നിന്ന് ഓർഡിനറിയുടെ നിയാസിനമൈഡ്, ഓർഡിനറിയുടെ തന്നെ സാലിസിലിക് ആസിഡ്, പിന്നെ ഓർഡിനറിയുടെ തന്നെ മറ്റേ പീൽ ഓഫ് ഇല്ലേ, AHA പീൽ ഓഫ് എടുത്ത് വാങ്ങിച്ചു. പിന്നെ ഇതൊരു 1 month ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ടിർട്ടിറിൻ്റെ സൂത്തനിങ് മോയ്സ്ചറൈസിങ് ടോണർ, ടിർട്ടിർ അങ്ങനെ എന്തോ തന്നെ പറയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഈ ഒരു കുപ്പിക്ക് തന്നെ 400 രൂപയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ചാട്ടാ 400 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ. എനിക്ക് ഈ ക്യാമറ ഫോണിൻ്റെ ലെൻസിലോട്ട് നോക്കിയാലേ നമുക്ക് നമ്മൾ നോക്കണ പോലെ തോന്നുള്ളൂ. പക്ഷെ എൻ്റെ കണ്ണ് ഇപ്പോഴും എൻ്റെ മുഖത്തോട്ട് പോകും. അതുകൊണ്ടാണ് എൻ്റെ കണ്ണ് ജിങ്കി എന്ന് കളിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് ടിർട്ടിറിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ടോണർ. ഞാൻ അതിന് മുന്നേ പ്ലം അതിൻ്റെയാണ് ടോണർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്ലം ഗുഡ്നെസ്, അതെ. പക്ഷെ ആ ടോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വലിയൊരു കുപ്പി 300 രൂപയ്ക്ക് കിട്ടും. ഇത് ഞാൻ മാറ്റി ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലയാ. സ്കിന്ന് നന്നാക്കുന്ന ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ സ്കിന്ന് നന്നാക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്റ്റിക്കി ഫീൽ എനിക്ക്. അതുകൊണ്ട് ഞാൻ വളരെ കുറവ് ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ വേറെ ടോണേഴ്സൊന്നും ആസ് ഓഫ് നൗ ഇല്ല. അപ്പോൾ ഈ സാധനങ്ങളാണ് ഞാൻ എൻ്റെ സ്കിന്ന്. ഈ നിയാസിനമൈഡ്, പിന്നെ മക്കളെ, നിങ്ങൾ നിയാസിനമൈഡിൻ്റെ ഒരു കുപ്പി നാട്ടിൽ നിന്ന് വാങ്ങിച്ചാലും അതിന് മുന്നേ നാട്ടിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ നിന്ന് വാങ്ങിച്ചാലും വേണ്ടിയില്ല. ഇത് കുറച്ച് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 2 ഡ്രോപ്പ് നിയാസിനമൈഡ് ഇടുക. നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ ആ മോയ്സ്ചറൈസർ ഇടുക. കിടന്നുറങ്ങുക. ഒരു നൈറ്റ് മാസ്ക് പോലെയൊക്കെ എനിക്കിത് വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ എനിക്ക് സ്കിന്നുണ്ടോ വലിയ പെർഫെക്റ്റ് സ്കിന്ന്, മറ്റേ കൊറിയൻ ഗ്ലാസ് സ്കിൻ ആയിരുന്നല്ല. ബട്ട് സ്റ്റിൽ എൻ്റെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ. പിന്നെ ഞാനിത് 2 വീക്സിലൊരിക്കൽ ആണ് ഞാൻ ഈ പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കുക. പീൽ ഓഫ് മാസ്കും എൻ്റെ സ്കിന്നും മാറ്റാൻ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ സീനെന്ന് വെച്ചാൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് റെഡ് റാഷസ് ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഈ രാത്രി 2 ദിവസത്തിന് നിയാസിനമൈഡും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തേൻ ഇടും. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര പ്ലംപി സോഫ്റ്റ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. സാലിസിലിക് ആസിഡ് കുരു വരുമ്പോൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇച്ചിരി ഡ്രൈയിങ് ആണ്. പിന്നെ ഈ സാധനം ഉപകാരമുള്ളത്, ഇത് ഓപ്പൺ ആണോ? ഇതെനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട് ഓപ്പണായിരുന്നു തോന്നുന്നു. ഫീൽ ചെയ്തത് നമ്മൾ ഷേവ് ചെയ്യില്ലേ, എനിക്ക് ഷേവ് ചെയ്യാൻ ഇഷ്ടം. ഞാൻ വാക്സ് ചെയ്യാനും, ഞാൻ പാർലറിൽ അധികം പോകാത്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര മടിയാണ് പാർലറിൽ പോയിരിക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഷൂട്ടിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നല്ലാതെ ഞാനായിട്ട് പോയിരിക്കൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഷേവാണ് ചെയ്യാറ് കയ്യിലും കാലിലൊക്കെ. അപ്പോൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ട്രോബെറി ലെഗ്സ് വരില്ലേ, അല്ലെങ്കിൽ ഭയങ്കര ഇച്ചിനെസ്, എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെയർ റീഗ്രോത്ത് ചെയ്യുന്നത് അത് പെട്ടെന്ന് വരും. എനിക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ ഹെയർ റീഗ്രോത്ത് ആവും. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ഭയങ്കര ഇച്ചിനെസ്സും പ്രശ്നങ്ങളും മാന്തിപ്പൊട്ടിക്കൽ, എൻ്റെ കാല് കണ്ടാൽ ഫുൾ മാന്തിപ്പൊട്ടിക്കലായിരുന്നു. ഇപ്പം ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോയ്സ്ചറൈസറിൽ 2-3 ഡ്രോപ്പ് സാലിസിലിക് ആസിഡ് ഇട്ടിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത്തേക്കും നോ പ്രശ്നം. നോ സ്ട്രോബെറി ലെഗ്സ്, നോ ഇച്ചിങ്സ്, നോ ചൊറി, നത്തിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ഒന്നും വേണ്ട, പക്ഷേ സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്തേക്ക് ഇറ്റ്സ് ബൈ ഫ്രം കരീസ്മ.